കേരളത്തിലെ ഇടതുപക്ഷത്തിന് വേണ്ടി, കൃത്യമായി പറഞ്ഞാൽ CPM-ന് വേണ്ടി ഏറ്റവും ബാലിശമായ വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ അന്തം കമ്മികളെന്ന് പരിഹസിക്കാറുള്ളത്. കൂടുതലായും ഇത്തരക്കാർ കേരളത്തിന് അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് സുപരിചിതരാകുന്നത് ചാനൽ ചർച്ചകളിലൂടെയും സമൂഹമാധ്യമ ഇടപെടലുകളിലൂടെയുമാണ്. CPM-ൻ്റെ സൈബർ ഫാക്ടറികൾ നിർമ്മിക്കുന്ന നുണ ബോംബുകൾ അല്ലെങ്കിൽ നുണ ക്യാപ്സൂളുകളാണ് ഇവർ ജനങ്ങൾക്ക് മുമ്പിൽ യാതൊരു നാണവും മാനവുമില്ലാതെ അവതരിപ്പിച്ച് സ്വയം പരിഹാസ്യരായി തീരുന്നത്. CPM-നെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള അന്തം കമ്മികളെയാണ് ഒരു പതിറ്റാണ്ട് കാലത്തെ പിണറായി ഭരണത്തിൻ്റെ ഫലമായി അവർ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കളാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് അനിൽകുമാർ, ജെയ്സി തോമസ്, വി വസീഫ്, ചിന്താ ജെറോം എന്നീ താരങ്ങൾ. എന്നാൽ മറുവിഭാഗം അല്ലെങ്കിൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിക്കാത്ത, പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ ചോറ് തിന്നുന്ന സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ എന്ന പേരിൽ അവതരിക്കുന്ന അന്തം കമ്മികളാണ്. ഇവർ പലപ്പോഴും അറിയപ്പെടുന്നത് ഇടത് അനുകൂല മാധ്യമപ്രവർത്തകർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകർ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകർ എന്നീ കള്ളപ്പേരുകളിലാണ്. ഇത്തരത്തിൽ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു അന്തം കമ്മിയായിരുന്നു റെജി ലൂക്കോസ് എന്ന കോട്ടയംകാരൻ. റെജി ലൂക്കോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കാലമായി, അതായത് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ചാനൽ ചർച്ചകളിലൂടെ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ സജീവമാകുന്നത്. ആദ്യഘട്ടത്തിൽ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിരുന്ന റെജി ലൂക്കോസ് ഏതാണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കകാലം മുതൽ ഇടത് രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലയിലാണ് ചാനൽ ചർച്ചകളിൽ തൻ്റെ ലേബൽ അല്ലെങ്കിൽ ടാഗ് ലൈൻ കൊടുത്തിരുന്നത്. CPM-ൻ്റെ ഏറ്റവും ചിലവാകാത്ത ന്യായീകരണ ക്യാപ്സൂളുകൾ പോലും വളരെ ഗൗരവമേറിയ ചർച്ചകൾക്കിടയിൽ അവതരിപ്പിച്ചുകൊണ്ട് പലപ്പോഴും സഹപാനലിസ്റ്റുകളുടെ മുമ്പിൽ ഇളിഭ്യനാകുന്നതായിരുന്നു ചാനൽ ചർച്ചകളിലെ റെജി ലൂക്കോസിൻ്റെ റോൾ എന്നുകൂടി നാം ഓർക്കണം. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ഇടതുപക്ഷത്തിന് വേണ്ടി കൊടിപിടിക്കുന്ന റെജി ലൂക്കോസ് മറ്റ് ചില ആഗ്രഹങ്ങൾ കൂടി മനസ്സിൽ താലോലിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് പിറവം സീറ്റിൽ ജോസ് കെ മാണിയുടെ പ്രതിനിധിയായി മത്സരത്തിനിറങ്ങുക എന്നതായിരുന്നു. ഇതിനുവേണ്ടി ജോസ് കെ മാണി തൊടുപുഴയിൽ പോയി നിന്നാൽ PJ ജോസഫിനെതിരെ ജയിക്കുമെന്നും നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരിച്ചാൽ ജയിക്കുമെന്നും വരെ ഇദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും പല മാധ്യമങ്ങളുടെ ചർച്ചകളിലൂടെയും തള്ളിവിട്ടിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും റെജി ലൂക്കോസിൻ്റെ ഈ നീക്കങ്ങളൊന്നും ഫലപ്രാപ്തിയിലെത്താതായതോടെ അദ്ദേഹം ഇപ്പോൾ BJP-യിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ആപ്പ ഊപ്പ നേതാവിൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ച വ്യക്തിത്വമല്ല റെജി ലൂക്കോസ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് റെജി ലൂക്കോസിനെ ഷാൾ അണിയിച്ച് താമര കൂടാരത്തിലേക്ക് സ്വീകരിച്ചത്. റെജി ലൂക്കോസ് BJP-യിൽ ചേർന്നതിന് പിന്നാലെ ഇയാളുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും അയാൾ വെറും ഒരു വഴിപോക്കൻ മാത്രമാണ് എന്ന നിലപാടുമായി CPM-ൻ്റെ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ റെജി ലൂക്കോസ് ഒരു വഴിപോക്കൻ മാത്രമാണെന്ന് പറഞ്ഞ് കൈ കഴുകുവാൻ CPM-ന് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇയാൾ വിളമ്പിയിരുന്ന ന്യായീകരണ ക്യാപ്സൂളുകളുടെ വീഡിയോകൾ യാതൊരു ഉളുപ്പും മാനവുമില്ലാതെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി സൈബർ ഇടങ്ങളിൽ വിളമ്പിയിട്ടുള്ളത് ഇടത് അനുകൂല CPM അനുകൂല സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് തന്നെയാണ്. അതിനിയൊന്ന് നീക്കം ചെയ്തെടുക്കുക എന്നത് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അത്തരത്തിൽ CPM ചോറ് കൊടുത്ത് വളർത്തിയ ഇത്തരം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ BJP കൂടാരത്തിലേക്ക് ചുവടുമാറുമ്പോൾ യഥാർത്ഥത്തിൽ CPM-ൻ്റെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, CPM അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന കാര്യം അരിയാഹാരം കഴിക്കുന്ന ഭൂരിപക്ഷം മലയാളികൾക്കും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം രാഷ്ട്രീയ മാലിന്യങ്ങൾ ഇപ്പോൾ ഇടതുപാളയത്തിൽ നിന്ന് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചേരിയിലേക്ക് എത്തിച്ചേരുവാനും അധികാരത്തിൻ്റെ തണലിലായിരിക്കുവാനും ആഗ്രഹിക്കുന്നത്. എന്നാൽ UDF കേരളത്തിൽ കൃത്യമായി ഇത്തരത്തിൽ രാഷ്ട്രീയ മാലിന്യങ്ങളെ സ്വീകരിക്കുകയില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഇത്തരക്കാർ കൂട്ടത്തോടുകൂടി BJP പാളയത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്കറിയാം, എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിലെ BJP ഘടകത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് തന്നെ ഇത്തരം രാഷ്ട്രീയ മാലിന്യങ്ങളെ അന്യ പാർട്ടികളിൽ നിന്നും അന്യ മുന്നണികളിൽ നിന്നും മാലയിട്ട് സ്വീകരിക്കുക എന്നതാണ്. ഒരു പരിധിവരെ കേരള രാഷ്ട്രീയത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രമായി കേരള ഘടകം BJP അധപതിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തിപരമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ യാത്രയിൽ റെജി ലൂക്കോസ് ഒറ്റയ്ക്കാവില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പല ഇടത് അനുകൂല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഇടത് സഹയാത്രികരും ഇടതനുകൂല രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം റെജിയുടെ പിന്നാലെ BJP-യിലേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
ഇത്തരത്തിൽ ഉടനടി BJPയിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള മറ്റൊരു അന്തം കമ്മി എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ രാജൻ ജോസഫാണ്. നമുക്കറിയാം, ദീർഘകാലം CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പാർട്ടി മെമ്പർഷിപ്പോടുകൂടി പാർട്ടി ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് രാജൻ ജോസഫ്. എന്നാൽ ഒരു ഘട്ടത്തിൽ CPMനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ഇയാൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയൻ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഏതാണ്ട് ഒരു 2-2.5 കൊല്ലം മുമ്പാണ് രാജൻ ജോസഫ് വീണ്ടും ഇടത് അനുകൂല മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിലേക്ക് മാറിയതും CPMന് വേണ്ടി വിടുപണി ചെയ്യുവാൻ ആരംഭിച്ചതും. CPM നേതാക്കളെയും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പ്രീണിപ്പിക്കുവാൻ ഏറ്റവും നിന്ദ്യമായ പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും UDF നേതാക്കൾക്കെതിരെയും ഉയർത്തുന്ന വ്യക്തിത്വം കൂടിയാണ് രാജൻ ജോസഫ്. രാജൻ ജോസഫിനെ സംബന്ധിച്ച് CPMനെ പ്രതിരോധിക്കുക മാത്രമല്ല, കോൺഗ്രസിനെ കടന്നാക്രമിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നും വിധമാണ് ഓൺലൈൻ ചാനൽ ചർച്ചകളിലെ ഇയാളുടെ പ്രകടനം. പലപ്പോഴും ഇയാളുടെ ഭാഷ ഏറെ അരോചകമാണ്. ഇയാളുടെ ഭാഷ രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. പ്രധാനമായും ഷാഫി പറമ്പിൽ പോലുള്ള നേതാക്കളെ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേട്ടയാടുവാൻ ഇയാൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇയാൾക്ക് ഇടതുപക്ഷത്ത് ഏറെ ആരാധകരെ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. റെജി ലൂക്കോസിൻ്റേതുപോലെ തന്നെ CPMൻ്റെ സൈബർ ഹാൻഡിലുകൾ ഏറെ ആഘോഷിക്കുന്നവയാണ് രാജൻ ജോസഫിൻ്റെ വീഡിയോകൾ. ഈ ഘട്ടത്തിൽ റെജി ലൂക്കോസിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് രാജൻ ജോസഫും BJP പാളയത്തിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കേരള രാഷ്ട്രീയത്തിലെ മാലിന്യങ്ങളുടെ സംസ്കരണ കേന്ദ്രമായി കേരള BJP അധപ്പതിച്ചു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി അറിയേണ്ടത് ഈ കൂടുമാറ്റത്തിൽ CPM നേതാക്കൾ തന്നെ പങ്കാളികളാകുമോ എന്നതാണ്. കോൺഗ്രസിനെക്കുറിച്ച് എല്ലാ ഘട്ടത്തിലും CPM ഉയർത്തുന്ന വലിയൊരു വിമർശനം അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ഏത് നിമിഷവും BJP ആകും എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത് BJPയിൽ നിന്ന് പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ഒഴുകുന്നു, CPMൽ നിന്നും CPIയിൽ നിന്നും പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ഒഴുകുന്നു, കോൺഗ്രസിൽ സ്വീകരിക്കാത്ത CPMൻ്റെയും CPIയുടെയും പ്രവർത്തകർ BJPയിലേക്ക് ഒഴുകുന്നു എന്നതാണ്. ഏതൊക്കെയാണെങ്കിലും CPMൻ്റെയും CPIയുടെയും പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിൽ BJP പാളയത്തിൽ എത്തിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് റെജി ലൂക്കോസിന് BJPയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊഷ്മളമായ സ്വീകരണം. റെജി ലൂക്കോസിനെ പോലൊരു അന്തം കമ്മിയെപ്പോലും രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി ഷോൾ അണിയിച്ച് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ BJPയിലേക്ക് എത്തുവാൻ പോകുന്ന CPMൻ്റെയോ CPIയുടെയോ പ്രധാനപ്പെട്ട നേതാക്കളെ ഒരുപക്ഷെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇനി വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ നേരിട്ടെത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് വസ്തുത. ഇനി റെജി ലൂക്കോസിൻ്റെ ഭാഗത്തു നിന്ന് കേരളം കാണുവാൻ പോകുന്നത് BJPക്ക് വേണ്ടിയുള്ള ഒരു മാസ്മരിക പ്രകടനമായിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അയാളുടെ ചില ജൽപ്പനങ്ങളും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. റെജി ലൂക്കോസ് പറയുന്നതനുസരിച്ച് താൻ CPMനോടുള്ള എതിർപ്പ് മൂലമല്ല BJPയിലേക്ക് എത്തിയതെന്നാണ്. പകരം അയാൾ ചൂണ്ടിക്കാട്ടുന്നത് താൻ BJPയിലേക്ക് എത്തിയത് വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് വികസനമാണ് താല്പര്യമെന്നും അത് നടപ്പാക്കുവാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം BJP ആണെന്നുമുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ റെജി ലൂക്കോസ് BJPയിൽ എത്തിച്ചേർന്നുവെന്നാണ് റെജി ലൂക്കോസ് തന്നെ പറഞ്ഞു വെക്കുന്നത്. വരും ദിവസങ്ങളിൽ BJP റെജി ലൂക്കോസിനെ BJPയുടെ വക്താവായി ചാനൽ ചർച്ചകളിലേക്ക് അയച്ചാൽ അത് വലിയ കോമഡി ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പിണറായി വിജയനെ പിതൃതുല്യനായും ദൈവതുല്യനായും കണ്ടിരുന്ന, കോടിയേരി ബാലകൃഷ്ണനെ ഒരു പുണ്യാത്മാവായി ആദരിച്ചിരുന്ന, MV ഗോവിന്ദൻ മാസ്റ്ററെ ഇന്ത്യയെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ബുദ്ധിജീവിയായി അംഗീകരിച്ചിരുന്ന, MM മണിയെ തൻ്റെ ഭാഷാ സംസ്കാരത്തിൻ്റെ മഹാസാഹിത്യകാരനായി അംഗീകരിച്ചിരുന്ന റെജി ലൂക്കോസ് ഇനി BJPക്ക് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടി, രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി, എന്തിനേറെ പറയുന്നു ഷോൺ ജോർജിന് വേണ്ടി പോലും തൻ്റെ നാവ് ചലിപ്പിക്കുമ്പോൾ അദ്ദേഹം ഈ നേതാക്കളെ, അതായത് പിണറായി വിജയനെയും അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനെയും MV ഗോവിന്ദനെയും MM മണിയെയും ഒക്കെ എന്തു പറഞ്ഞാവും വിശേഷിപ്പിക്കുക എന്ന് കാണുവാനുള്ള, കണ്ടറിയുവാനുള്ള ഒരു താല്പര്യം എന്തായാലും എനിക്കുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.